ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ കാണിക്കുന്നവരെയൊക്കെ എന്തു പറയാനല്ലേ. 2025-26 ബജറ്റ് ലോഗോയിൽ രൂപ ചിഹ്നത്തിന് പകരം തമിഴ് അക്ഷരം നൽകിയതിനെ പറ്റി നല്ലൊരു അഭിപ്രായമൊന്നുമില്ല ആർക്കും. ഈ പ്രവൃത്തിയെ ശുദ്ധ വിഡ്ഢിത്തം എന്നല്ലാതെ എന്താണ് പറയേണ്ടത്? 2025-26 ബജറ്റ് ലോഗോയിൽ രൂപ ചിഹ്നത്തിന് പകരം തമിഴ് അക്ഷരം ഉപയോഗിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ, അതായത് മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ ആഞ്ഞടിച്ച് തമിഴ്നാട് BJP. കാരണം രൂപ ലോഗോ രൂപകൽപ്പന ചെയ്തത് തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളാണ്, അതും UPA സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ. സംസ്ഥാനങ്ങൾക്കുമേൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഏറെക്കാലമായി പ്രതിഷേധിക്കുന്ന തമിഴ്നാട്ടിൽ ഇന്ത്യൻ രൂപയുടെ ഹിന്ദി ചിഹ്നത്തിനും വിലക്ക്. രൂപയുടെ പുതിയ ചിഹ്നം വേണ്ടെന്ന് MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ സംസ്ഥാന ബജറ്റിൽ നിന്നും ഈ ചിഹ്നം ഒഴിവാക്കി പകരം തമിഴ് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. രാജ്യത്ത് തന്നെ ഇത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ദേശീയ കറൻസിയുടെ പൊതുവായിട്ടുള്ള ചിഹ്നം ഒഴിവാക്കുന്നത് തന്നെ. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച രൂപയുടെ ചിഹ്നം മാറ്റി തമിഴിലുള്ള രൂപ എന്ന അക്ഷരമാണ് DMK സർക്കാർ ഉപയോഗിക്കുന്നത്. തമിഴ് ലോഗോയ്ക്കൊപ്പം എല്ലാവർക്കും എല്ലാം എന്ന അടിക്കുറിപ്പുമുണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാനും DMK സർക്കാർ തയ്യാറായിട്ടില്ല. ഇതേ തുടർന്ന് തന്നെ തമിഴ്നാട് സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതിയിൽ നൽകേണ്ട 573 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും അവരവരുടെ പ്രാദേശിക ഭാഷയ്ക്ക് തന്നെയാണ് ഇപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ വന്നാൽ മലയാളത്തിന് തന്നെയാണ് പ്രാധാന്യം. അതുപോലെ തന്നെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും. പക്ഷേ ഇംഗ്ലീഷ് ഗ്ലോബൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് പോലെ നമുക്കൊരു പൊതുവായ എല്ലാ സംസ്ഥാനങ്ങളിൽ ചെന്നാലും സംസാരിക്കാൻ ഒരു ഭാഷയുള്ളത് എന്തുകൊണ്ടും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ത്യയിൽ തന്നെ നിരവധി ഭാഷകൾ നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോഴും ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാറുമുണ്ട്. അതിനാൽ തന്നെ ഹിന്ദി ഒരു കോമൺ ലാംഗ്വേജ് ആകുന്നതിൽ തീർത്തും നല്ലൊരു കാര്യം തന്നെ ആയിരിക്കും. ഇതുമൂലം തൊഴിൽ ലഭിക്കാനും എല്ലാവർക്കും സൗകര്യമുണ്ടാകും. അതുപോലെ തന്നെ ബിസിനസ് വളർത്താനും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി കൂടുതൽ ലാഭകരമാക്കി മാറ്റാനും സഹായകമാകും. ഉദാഹരണത്തിന്, ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതിനാൽ തന്നെ പല രാജ്യത്തിലും വിഭിന്നമായിട്ടുള്ള ഭാഷകളാണെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എളുപ്പം തോന്നുന്നത് ഇംഗ്ലീഷ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇന്ത്യയിലായാലും എല്ലാ മേഖലകളിലെ ഒഫീഷ്യലായിട്ടുള്ള രേഖകളിലും ഡോക്യുമെൻറ്റുകളിലും എല്ലാം തന്നെ ഉപയോഗിക്കുന്നതും ഇംഗ്ലീഷ് തന്നെയാണ്. 2010 കേന്ദ്ര ബജറ്റിൽ അന്നത്തെ ധനമന്ത്രി പ്രണവ് മുഖർജി ഇന്ത്യൻ ധാർമ്മികതയെയും സംസ്കാരത്തെയും പ്രതിഫലിപ്പിക്കുന്ന ഒരു ചിഹ്നം അവതരിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയുടെ ഔദ്യോഗിക കറൻസിയിൽ ഇന്ത്യൻ രൂപയുടെ കറൻസി ചിഹ്നമാണ് ഇന്ത്യൻ രൂപയുടെ ചിഹ്നം. D. ഉദയകുമാർ രൂപകൽപ്പന ചെയ്ത ലോഗോ. ഇത് ഇന്ത്യക്കാർ തന്നെയാണ് മത്സരത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ടതും. അങ്ങനെയാണ് 2010 ജൂലൈ 15 ഇന്ത്യൻ ഗവൺമെൻറ് പൊതുജനങ്ങൾക്കായി അവതരിപ്പിച്ചതും. ദേവനാഗരി ലിപിയിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ് രൂപയുടെ ദേശീയ ചിഹ്നം. 2010 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാരിൻ്റെ കാലത്ത് DMK കേന്ദ്രത്തിൽ ഭരണകക്ഷിയായ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന സമയത്ത് ഈ ലോഗോ ഔദ്യോഗികമായി അംഗീകരിച്ചപ്പോൾ എന്തുകൊണ്ടവർ പ്രതിഷേധിച്ചില്ല? വിരോധാഭാസമെന്ന് പറയട്ടെ, രൂപകൽപ്പന ചെയ്തത് DMK മുൻ MLA N ധർമ്മലിംഗത്തിൻ്റെ മകൻ D. ഉദയകുമാറാണ്. ഇത് ഇപ്പോൾ നീക്കം ചെയ്യാനുള്ള ശ്രമത്തിൽ DMK ദേശീയമായി അംഗീകരിച്ച ചിഹ്നത്തെ നിരാകരിക്കുക മാത്രമല്ല, ഒരു തമിഴ് യുവാവിൻ്റെ സർഗാത്മക സംഭാവനയെ തീർത്തും അവഗണിക്കുക കൂടി ചെയ്യുകയാണ്. രൂപയുടെ ചിഹ്നം അന്താരാഷ്ട്ര തലത്തിൽ നന്നായി അംഗീകരിക്കപ്പെട്ടതും ആഗോള സാമ്പത്തിക ഇടപാടുകളിൽ ഇന്ത്യയുടെ ദൃശ്യമായ ഐഡൻറ്റിറ്റിയായി വർത്തിക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. UPI ഉപയോഗിച്ച് അതിർത്തി കടന്നുള്ള പേയ്മെൻറ്റുകൾക്കായി ഇന്ത്യ പ്രേരിപ്പിക്കുന്ന ഈ സമയത്ത് തന്നെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വന്തം ദേശീയ കറൻസി ചിഹ്നത്തെ തുരങ്കം വയ്ക്കുന്നത് എന്തിനാണ്? തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ജനപ്രതിനിധികളും അധികാരികളും നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാൻ ഭരണഘടനയ്ക്ക് കീഴിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. സംസ്ഥാന ബജറ്റ് രേഖകളിൽ നിന്നും രൂപ ലോഗോ പോലുള്ള ദേശീയ ചിഹ്നം നീക്കം ചെയ്യുന്നത് ആ സത്യപ്രതിജ്ഞയ്ക്ക് തീർത്തും എതിരാണ്.